നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാം. ഹല്ലേലൂയ. വിശ്വാസം ഇല്ലയോ? അതോ കുറച്ചുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു വരുത്താം. കുറച്ചുണ്ടോ? അതിനെ കൂട്ടിയെടുക്കാം. ഡെറിക് പ്രിൻസ് എന്ന് പറയുന്ന ദേവദാസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ എവിടെയെങ്കിലും കിട്ടിയാൽ വായിക്കണം. ഞാൻ ചൈനയിൽ 5 പ്രാവശ്യം ബൈബിളും കൊണ്ടുപോയിട്ടുണ്ട്. ബൈബിൾ തടഞ്ഞിരിക്കുന്ന ഒരു രാജ്യമാണ്. പക്ഷേ അവിടെ ഞാൻ ബൈബിൾ കൊണ്ടുപോയിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ അവിടെ ആളുകൾ ചോദിക്കുന്ന 1 ബൈബിൾ, 2 ഡെറിക് പ്രിൻസ്. അന്നേരമാണ് ഡെറിക് പ്രിൻസിൻ്റെ പുസ്തകത്തിന് ഇത്രയും വിലയുണ്ടെന്ന് എനിക്ക് മനസ്സിലായത്. ഇത് രണ്ടുമാണ്. അവർ പിടിച്ചു പറിയാണ്. അവർ വലിച്ചു കയറത്തൊന്നുമില്ല. അവർ എനിക്ക് ഡെറിക് പ്രിൻസ് പുസ്തകങ്ങൾ. അദ്ദേഹം ഇന്ത്യയിലാണ് ജനിച്ചത്. ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരുടെ സായിപ്പ് അവരുടെ മകനായിട്ട് ജനിച്ചു. തിരിച്ച് ഇംഗ്ലണ്ടിൽ ചെന്നു. അവൻ പട്ടാളത്തിൽ ജോലി ചെയ്യണമെന്ന് പറഞ്ഞത് നിർബന്ധമാണ്. അതുകൊണ്ട് ആ നിർബന്ധ സേവനത്തിനായിട്ട് അദ്ദേഹം കയറി. ഗൾഫിലായിരിക്കുന്ന സമയത്ത്, അവിടെ പട്ടാളത്തിലായിരിക്കുന്ന സമയത്ത് അദ്ദേഹം രോഗിയായി. അസാധാരണമായ രോഗം. എന്തെല്ലാം ചികിത്സിച്ചിട്ടും മാറുന്നില്ല. അദ്ദേഹം വേദപുസ്തകത്തിനകത്ത് അന്വേഷിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഒരു തത്വം മനസ്സിലായി. എനിക്ക് വിശ്വാസം ഇല്ലെന്ന് പറഞ്ഞാലും, എനിക്ക് വിശ്വാസം കുറവാണെന്ന് പറഞ്ഞാലും എനിക്കതിനെ വളർത്തിയെടുക്കാം. എവിടെ എഴുതിയിരിക്കുന്ന? റോമർക്ക് എഴുതിയ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യം. വിശ്വാസം കേൾവിയാലും, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. ഫെയ്ത്ത് കംസ് എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ഉണ്ടാക്കാം, ഉണ്ടെങ്കിൽ അതിനെ കൂട്ടിയെടുക്കാം. അദ്ദേഹത്തിൻ്റെ ജീവിതം അപ്പാടെ മാറി. അദ്ദേഹം വചനം കേട്ടു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നല്ല പരിപൂർണ്ണ സൗഖ്യമായി. വളരെയേറെ പ്രായമായിട്ട് നല്ല ആരോഗ്യത്തിലാണ് അദ്ദേഹം മരിച്ചത്. ഹല്ലേലൂയ.